Welcome all. Now I am here with the topic monotone sequences and monotone convergence theorem. First we have the definition of monotonically increasing sequence. Monotonically increasing sequence എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവണമെന്നുണ്ടെങ്കിൽ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് 1 ആയിരിക്കണം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അതായത് തൊട്ടടുത്തടുത്ത് കിടക്കുന്ന ടേംസ് തമ്മിൽ എക്സ് എൻ പ്ലസ് 1 നോക്കിക്കഴിഞ്ഞാൽ എക്സ് എൻ ആയിരിക്കും ചെറുത്, എക്സ് എൻ പ്ലസ് 1 എക്സ് എന്നേക്കാളും വലുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഈ രൂപത്തിലാണെങ്കിലാണ് അതിനെ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് എന്ന് പറയുന്നത്. അതായത് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x3 എക്സെട്ര ആ രൂപത്തിലായിരിക്കും ആ സീക്വൻസ് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഏറ്റവും ചെറിയ ടേം എന്ന് പറയുന്നത് x1 ആയിരിക്കും, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ മുകളിലായിരിക്കും അല്ലേ. എക്സാമ്പിൾസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അവിടെ 1 2 3 4 എക്സെട്ര ടേംസ് ഇൻക്രീസിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ്. വേണമെങ്കിൽ സ്ട്രിക്റ്റ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് എന്നും പറയാം. അവിടെ ഈക്വൽ ടു വരുന്നില്ലല്ലോ, അതുകൊണ്ട്. അടുത്ത എക്സാമ്പിളിൽ 1 1 2 2 3 3 4 4 എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. അത് സ്ട്രിക്ട്ലി മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് അല്ല, പക്ഷേ അത് മോണോട്ടോൺ ആണ്. കാരണം ഇക്വാലിറ്റിയും വരാം എന്നാണ് അവിടെ പറയുന്നത്. ഇക്വാലിറ്റിയും വരാം, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഗ്രേറ്റർ ആയിക്കോളണം നിർബന്ധമില്ല. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് എക്സാമ്പിൾ 3 നോക്കിക്കഴിഞ്ഞാലും എക്സാമ്പിൾ 4 നോക്കിക്കഴിഞ്ഞാലും രണ്ടും മോണോട്ടോൺ സീക്വൻസസ് ആണ്, മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസസ് ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ -1 -1/2 -1/3 എന്നുള്ളതൊക്കെ നമ്മൾ റിയൽ ലൈനിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ -1 പ്ലോട്ട് ചെയ്യാം. അതിൻ്റെ വലതുവശത്താണ് -1/2 വരുന്നത്, അതിൻ്റെയും വലതുവശത്താണ് -1/3 വരുന്നത്. എന്ന് വെച്ചാൽ ഇൻക്രീസിംഗ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ എക്സാമ്പിൾ 4ൽ എ പോസിറ്റീവ് ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഓക്കെ, 1ന് മുകളിലുള്ള നമ്പേഴ്സിനാണ് എ സ്ക്വയർ എ ക്യൂബ് എന്നുള്ള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 4 മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസിനെ ഇൻക്രീസിംഗ് സീക്വൻസ് എന്നും പറയാറുണ്ട്, നോൺ ഡിക്രീസിംഗ് സീക്വൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അതിൽ ഒരു സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് 1 ആയിരിക്കണം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അതായത് തൊട്ടടുത്തടുത്ത് കിടക്കുന്ന രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ എക്സ് എന്നും എക്സ് എൻ പ്ലസ് 1 നോക്കിക്കഴിഞ്ഞാൽ എക്സ് എൻ ആയിരിക്കണം വലുത്, എക്സ് എൻ പ്ലസ് 1 അതിനേക്കാൾ ചെറുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ്. അതായത് x1 ആയിരിക്കും ഏറ്റവും വലുത്, അവിടെ x2 x1നേക്കാൾ താഴെ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര എന്നുള്ള രൂപത്തിലായിരിക്കും ആ സീക്വൻസ് പോകുക. അതായത് വാല്യൂസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിൽ. അതാണ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിനെ ഡിക്രീസിങ് സീക്വൻസ് എന്നും പറയാറുണ്ട്, നോൺ ഇൻക്രീസിങ് സീക്വൻസ് എന്നും പറയാറുണ്ട്. എക്സാമ്പിൾസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ -1 -2 -3 -4 എക്സെട്ര ആ സീക്വൻസ് ക്ലിയർലി വാല്യൂ കുറഞ്ഞു വരികയാണ്. വേണമെങ്കിൽ അതിനെ സ്ട്രിക്ട്ലി മോണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്നും മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്നും പറയാം. കാരണം വാല്യൂസ് അവിടെ ഈക്വൽ ഒന്നും വരുന്നില്ല, കുറഞ്ഞു വരികയാണ്. അടുത്ത എക്സാമ്പിളിൽ 1 1/2 1/3 1/4 എക്സെട്ര 1/n അതും സ്ട്രിക്ട്ലി മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ 3ൽ എ സ്ക്വയർ എ ക്യൂബ് a⁴ എക്സെട്ര അതിൻ്റെ വാല്യൂ എ ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് 0ക്കും 1നും ഇടയിലുള്ള എ ആണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ എ ക്യൂബ് എന്ന് പറയുമ്പോൾ ആ സീക്വൻസിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. ആൻഡ് ദ ഫോർത്ത് എക്സാമ്പിൾ ഈസ് -1 -1 -2 -2 -3 -3 എക്സെട്ര. അവിടെ ഈക്വാലിറ്റി വരുന്നുണ്ട് അല്ലേ, അതും എന്തിൻ്റെ എക്സാമ്പിളാണ്? മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസസും കണ്ടു, മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസസും കണ്ടു. അപ്പോൾ എന്താണ് ഒരു മോണോട്ടോൺ സീക്വൻസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെയും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് മോണോട്ടോൺ സീക്വൻസ്. അതായത് ഒരു സീക്വൻസ് മോണോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള 8 എക്സാമ്പിൾസും മോണോട്ടോൺ സീക്വൻസസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മോണോട്ടോൺ അല്ലാത്ത കുറച്ച് സീക്വൻസിൻ്റെ എക്സാമ്പിളും കൂടെ അവിടെ കാണിച്ചിട്ടുണ്ട്. 1 -1 2 -2 3 -3 4 -4 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിൽ വാല്യൂസ് കൂടുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നതായിട്ട്. ഇപ്പോൾ 1നേക്കാൾ ചെറിയ വാല്യൂ ആണ് -1, പക്ഷേ വലിയ വാല്യൂ ആണ് അടുത്തത് 2 എഴുതുന്നത്. പിന്നെ 2നേക്കാൾ ചെറിയ വാല്യൂ ആണ് -2. അങ്ങനെ പോകുന്നതുകൊണ്ട് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മോണോട്ടോൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് മോണോട്ടോൺ അല്ല. ആൻഡ് അടുത്ത എക്സാമ്പിളും അതുപോലെ തന്നെയാണ്. 1 -1 1 -1 അതും മോണോട്ടോൺ അല്ല. ആൻഡ് ദെൻ 1 0 1 0 1 0 അഗെയിൻ ഈസ് നോട്ട് മോണോട്ടോൺ. ആൻഡ് ലാസ്റ്റ് 2 എക്സാമ്പിൾസിൽ അത് അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ എന്നാണ് പറയുന്നത്. കാരണം
അൾട്ടിമേറ്റ്ലി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? കുറച്ച് ടേംസിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം മൊണോട്ടോൺ ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ. ഓക്കെ, നമ്മൾ കോൺസ്റ്റൻറ്റ് സീക്വൻസിൽ അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നൊരു ടേം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 7, 6, 2 അവരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 1, 2, 3, 4, 5, 6 എക്സെട്ര എന്ന് പറയുന്നത് മൊണോട്ടോൺ ആയതുകൊണ്ട് ഈ ഒരു സീക്വൻസ് അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് അതുപോലെ തന്നെ -2, 0 മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1, 1/2, 1/3, 1/4 എക്സെട്ര എന്ന് പറയുന്നത് മൊണോട്ടോൺ ആയതുകൊണ്ട് അതും ഒരു അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ ഒരു നോട്ട് കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് ബിലോ ആയിരിക്കും അല്ലേ? മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എങ്ങനെയാണ്? x1 ≤ x2 ≤ അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് x1 ആണ്. x1ൻ്റെ മുകളിലാണ് ബാക്കിയുള്ള ഓരോ വാല്യൂസ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോവർ ബൗണ്ടായിട്ട് നമുക്ക് x1നെ വേണമെങ്കിൽ കാണാം. അതുകൊണ്ടാണ് മൊണോട്ടോണിക്കലി ഇൻക്രീസ് സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ബിലോ ആയിരിക്കും എന്ന് പറയുന്നത്. അത് ബൗണ്ടഡ് ബിലോ ചെയ്തിരിക്കുന്നത് x1 ആണെന്നും പറയാം, x1 ലെഫ്റ്റുള്ള ഏതൊരു റിയൽ നമ്പർ ആണെന്നും പറയാം. അപ്പോൾ അവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുള്ളത് ഇൻക്രീസിങ് എന്നുള്ളതിൻ്റെ സിമ്പിളാണ് ഒരു ആരോ. അതിന് താഴെ ഞാൻ 2 വര വരച്ചിട്ടുള്ളത് ബൗണ്ടഡ് ബിലോ എന്ന് കാണിക്കാനാണ് കേട്ടോ. അതുപോലെ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതെപ്പോഴും ബൗണ്ടഡ് എബോവ് ആയിരിക്കും. കാരണം അതിൽ ഏറ്റവും വലിയ ടേം എന്ന് പറയുന്നത് x1 ആണ്. x1ന് ശേഷം കുറഞ്ഞിട്ടാണ് വാല്യൂസ് പോകുന്നത്, ഡിക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് എബോവ് ആയിരിക്കും. അത് ചെയ്തിട്ടുള്ളത് ബൗണ്ടഡ് എബോവ് ആയിട്ടുള്ളത് x1 കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ x1ന് ശേഷമുള്ള ഏതൊരു x1ന് വലതുവശത്തിരിക്കുന്ന ഏതൊരു റിയൽ നമ്പർ വെച്ചിട്ട് വേണമെങ്കിലും ബൗണ്ടഡ് എബോവ് എന്ന് പറയാം. ഓക്കെ, now we have the theorem monotone convergence theorem. തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു മൊണോട്ടോൺ കൺവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് ബൗണ്ടഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എ മൊണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. മൊണോട്ടോൺ ആയിട്ടുള്ള ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും, ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻറ്റും ആയിരിക്കും എന്നാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കൺവേർജൻസും ബൗണ്ടഡ്നെസ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടതാണ്. കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്ന് മാത്രമാണ് നമുക്ക് അവിടെ തിയറം ഉണ്ടായിരുന്നത്. തിരിച്ച് ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് മതി എന്നാണ് ഇപ്പോൾ ഈ തിയറം പറയുന്നത്? മൊണോട്ടോൺ ആയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫർദർ എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സീക്വൻസ് ബൗണ്ടഡ് ആയിട്ട് മൊണോട്ടോൺ ആകുക എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ്ങും ആകാം ഡിക്രീസിങ്ങും ആകാം. അപ്പോൾ അത് 2 കേസായിട്ടാണ് ഫർദർ എന്ന് പറഞ്ഞിട്ട് താഴെ പറഞ്ഞിട്ടുള്ളത്. x എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, ഇൻക്രീസിങ് സീക്വൻസും ആണ് എങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ലിമിറ്റായിട്ട് വരുന്നത് ആ സീക്വൻസിൻ്റെ സുപ്രീം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി x എന്ന് പറയുന്നത് ബൗണ്ടഡും മൊണോട്ടോൺ ആയിട്ടുള്ള, അതായത് ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസും കൂടി ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫീമം ഓഫ് ദ സീക്വൻസ് ആയിരിക്കും എന്നാണ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിന് പ്രൂഫ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് സിമ്പിളായിട്ട് കിട്ടും, സെക്കൻഡ് പാർട്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നത്. പ്രൂഫിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം സപ്പോസ് ചെയ്യുന്നു. സപ്പോസ് xn ഈസ് എ മൊണോട്ടോൺ കൺവേർജൻ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ മതി, ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ നമുക്കറിയാം കൺവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ മൊണോട്ടോൺ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും? സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കിട്ടും. അപ്പോൾ എന്തായി? എ മൊണോട്ടോൺ കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ആ കൺവേർജൻസ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് എന്തിലേക്ക് എത്താം? ബൗണ്ടഡ്നെസ്സിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് വരുന്നത്. ഇനി തിരിച്ച് ബൗണ്ടഡ് ആണെങ്കിൽ, മൊണോട്ടോൺ ആണ് ബൗണ്ടഡും ആണ് എങ്കിൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? കൺവേർജഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്യാണ് x എന്ന് പറയുന്നത് ഒരു മൊണോട്ടോൺ ആയിട്ടുള്ള ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് xn കൺവേർജൻ്റ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊണോട്ടോൺ എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് 2 കേസായിട്ട് നമ്മൾ പ്രൂഫ് ബാക്കിയുള്ളത് പറയാൻ പോവാണ്. ഫസ്റ്റ് ലെറ്റ് xn ബി ആൻ ഇൻക്രീസിങ് ബൗണ്ടഡ് സീക്വൻസ്. അപ്പോൾ മൊണോട്ടോൺ എന്നുള്ളതിൽ ഇൻക്രീസിങ് എന്നുള്ള കേസാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അടുത്ത കേസായിട്ട് നമ്മൾ ഡിക്രീസിങ് ഡീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെറ്റ് xn ബി ആൻ ഇൻക്രീസിങ് ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീക്വൻസിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഈക്വലായിട്ടൊക്കെ ചില ടേംസിനെ കാണാൻ പറ്റുമല്ലോ. ഇൻക്രീസിങ് ആണെങ്കിലും ഈക്വാലിറ്റി വരാമല്ലോ. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ കളക്ട് ചെയ്തിട്ടാണ് ആ സെറ്റ് ഓഫ് ഓൾ xn വേർ n എലമെൻറ്റ് ഓഫ് n എന്നവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു വട്ടമാണ് ആ സെറ്റിനുള്ളിൽ കാണുക. സെറ്റിൽ എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതില്ലല്ലോ. അപ്പോൾ അതാണ് സെറ്റ് എന്നുള്ള നൊട്ടേഷനിൽ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, ഇൻക്രീസിങ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സെറ്റായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ഓൾ xn വേർ n എലമെൻറ്റ് ഓഫ് n നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് ആണ്. ഓക്കെ, ബൗണ്ടഡ്
നോൺ എം ടി സബ്സെറ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ നമുക്ക് ആറിൻ്റെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി കയ്യിലുണ്ട്. സോ ഏതൊരു നോൺ എം ടി ബൗണ്ടഡ് സെറ്റിന് കിട്ടിക്കഴിഞ്ഞാലും ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിന് സുപ്രീം എക്സിസ്റ്റ് ചെയ്യും, ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതിന് ഇൻഫീം എക്സിസ്റ്റ് ചെയ്യും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബൗണ്ടഡ് ആയതുകൊണ്ട് ബൈ ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഈ പറഞ്ഞ സെറ്റിന് സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ എം എന്ന് വിളിക്കുകയാണ്. ഓക്കെ, നൗ വി ആർ ചൂസിങ് എപ്സിലോൺ പോസിറ്റീവ് ആൻഡ് കൺസിഡറിങ് എം മൈനസ് എപ്സിലോൺ. അപ്പോൾ എം സുപ്രീം ആയതുകൊണ്ട് എം മൈനസ് എപ്സിലോൺ എന്താവില്ല, അപ്പർ ബൗണ്ട് പോലും ആകില്ല ആ സെറ്റിന്. സോ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എല്ലാ ആൾക്കാരും എം മൈനസ് എപ്സിലോണിൻ്റെ താഴെയല്ല, അതായത് ഒരാളെങ്കിലും എം മൈനസ് എപ്സിലോണിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടാവും അപ്പർ ബൗണ്ട് അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതാണ് ദർ എക്സിസ് എക്സ് കെ സച്ച് ദാറ്റ് എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ. സെറ്റിലത്തെ ഒരാൾ എം മൈനസ് എപ്സിലോണിൻ്റെ മുകളിലുണ്ട്, അതുകൊണ്ടാണ് എം മൈനസ് എപ്സിലോൺ എന്തല്ലാഞ്ഞത്, അപ്പർ ബൗണ്ട് അല്ലാഞ്ഞത്. ഇപ്പോൾ ഇത് നമുക്ക് എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്വൻസ് ഇൻക്രീസിങ് ആണെന്നുള്ള കാര്യം നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ് കെയും എക്സ് എന്നും തമ്മിലുള്ള റിലേഷൻ കെ ലെസ് ദാൻ എൻ ആണെങ്കിൽ എന്തായിരിക്കും, അതേ രീതിയിൽ തന്നെ ആയിരിക്കും, ഗ്രേറ്റർ ആയിട്ട് തന്നെ പോകുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ആയിരിക്കും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതായത് കെക്ക് മുകളിലുള്ള എല്ലാ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും സീക്വൻസിലെ ടേംസും അതേ റിലേഷൻ തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് ഇൻക്രീസിങ് സീക്വൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, ഇതിന്ന് എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എന്ന് കിട്ടി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദാറ്റ് മീൻസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എം ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഓൾസോ നമ്മുടെ കയ്യിൽ എം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് ദ സെറ്റ് എക്സ് എൻ ഒരു എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ്. അപ്പോൾ സുപ്രീം ആയതുകൊണ്ട് സെറ്റിലുള്ള എല്ലാ ആൾക്കാരിനേക്കാളും മുകളിലായിരിക്കും എം എന്ന് പറയുന്നത്. അതായത് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണമെങ്കിൽ വരാം, എം ആയിരിക്കും ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ കൂടെ ഒരു എപ്സിലോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈക്വൽ ടു പോയി കിട്ടും. അതാണ് എക്സ് എൻ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ എഴുതിയിട്ടുള്ളത്. അവിടെ നിന്ന് എക്സ് എൻ മൈനസ് എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 1 ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേക്കാണ്. ഇക്വേഷൻ 2 ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ്. അപ്പോൾ രണ്ടും കൂടെ ട്രൂ ആവുന്നത് ആർക്കാണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ള പോർഷൻ, അതായത് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേക്കാണ് ട്രൂ ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രം 1 and 2 എന്ത് കിട്ടും, മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദിസ് മീൻസ് ദാറ്റ് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് എക്സ് എൻ ഈസ് capital M. That is the supremum of set of all xn were n element of n. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺവെർജൻ്റ് ആണ്. അപ്പോൾ മോണോട്ടോൺ ആയിട്ട് ബൗണ്ടഡ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മോണോട്ടോണിൽ ഇൻക്രീസിങ് കേസ് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് എന്ന് പറയുന്നത് കൺവെർജൻ്റ് ആയിട്ട് കിട്ടി. ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സെറ്റ് എക്സ് എൻ ആയിട്ട് കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കേസ് എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിട്ടുള്ള ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെ എക്സ് എൻ കൺവെർജൻ്റ് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിട്ടുള്ള ഡിക്രീസിങ് സീക്വൻസ് ആണ്. ദാറ്റ് മീൻസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ ഈസ് എ ബൗണ്ടഡ് നോൺ എം ടി സബ്സെറ്റ് ഓഫ് ആർ. ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്, നോൺ എം ടി സബ്സെറ്റ് ആണ്. അഗെയിൻ ബൈ ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ നമുക്ക് എന്ത് പറയാം, ഈ സെറ്റിന് ഒരു ഇൻഫീമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ സ്മോൾ എം എന്ന് നെയിം ചെയ്തു. അഗെയിൻ ചൂസിങ് എപ്സിലോൺ പോസിറ്റീവ് വി ക്യാൻ സീ ദാറ്റ് എം പ്ലസ് എപ്സിലോൺ ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ എലമെൻറ്റ് ഓഫ് എൻ. ഓക്കെ, അതായത് എം ആണ് ഏറ്റവും വലിയ ലോവർ ബൗണ്ട്. അപ്പോൾ എം പ്ലസ് എപ്സിലോൺ എന്തായാലും ലോവർ ബൗണ്ട് ആവില്ല. ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ താഴെ സെറ്റിലത്തെ ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടെന്നാണ്. അതാണ് ദർ എക്സിസ് എക്സ് ജെ സച്ച് ദാറ്റ് എക്സ് ജെ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ. ഓക്കെ, ഇനിയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഡിക്രീസിങ് ആയിട്ട് നമ്മൾ എടുത്തത് യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ജെ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്നുള്ള കാര്യം ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ജെ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്ന് എഴുതാൻ പറ്റും. അതായത് ജെക്ക് മുകളിലാണ് എൻ എങ്കിൽ കറസ്പോണ്ടിങ് സീക്വൻസിലെ ആൾക്കാർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യും. അതായത് എക്സ് എൻ ലെസ് ദാൻ എക്സ് ജെ എന്നാണ് കിട്ടുക. അതാണ് ഡിക്രീസിങ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് എൻ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. ദാറ്റ് ഈസ് എക്സ് എൻ മൈനസ് എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. ജെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3.
ഓൾസോ വി ഹാവ് എം ഈസ് ദ ഇൻഫിമം ഓഫ് ദ സെറ്റ് എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ ഇൻഫിമ ആയതുകൊണ്ട് സെറ്റിലുള്ള എല്ലാവരേക്കാളും താഴെയായിരിക്കും, ഈക്വൽ ടു വേണമെങ്കിലും വരാം. അതാണ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എം മൈനസ് എപ്സിലോൺ എഴുതി കഴിയുമ്പോൾ ആ ഈക്വൽ ടു പോയി കിട്ടും. ദാറ്റ് മീൻസ് എം മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് എൻ ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. That is minus epsilon less than xn minus m for every n element of n. Let it be equation number 4. From 3 and 4, and comparing these two inequalities, we get minus epsilon less than xn minus m less than epsilon for every n greater than or equal to j. അതെന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ 3 ഹോൾഡ് ചെയ്തിട്ടുള്ളതും ഇക്വേഷൻ 4 ഹോൾഡ് ചെയ്തിട്ടുള്ളതും നോക്കി കഴിയുമ്പോൾ ഒരെണ്ണം n ഗ്രേറ്റർ ദാൻ or equal to jയിലും ഒരെണ്ണം എല്ലാ n-നുമാണ്. അപ്പോൾ രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവരുടെ കോമൺ പോർഷൻ ആയിട്ടുള്ള n ഗ്രേറ്റർ ദാൻ or equal to jയിലായിരിക്കും. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് xn മൈനസ് m is less than epsilon for every n greater than or equal to j. That means limit of the sequence xn is m, which is the infimum of all xn were n element of n. ഓക്കെ, അപ്പോൾ ലിമിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ സീക്വൻസ് കൺവെർജൻ്റ് ആണ്. അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് കൺവെർജൻ്റ് ആയിട്ട് കിട്ടി. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ബൗണ്ടഡുമാണ് മോണോട്ടോണുമാണ് എങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം. ഇനി ഇതിന് ഒരു കൊറോളറിയും കൂടെ ഇവിടെ പറയുന്നുണ്ട്. കൊറോളറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. ഓക്കെ, അതായത് മോണോട്ടോൺ ആയിട്ടുള്ള സീക്വൻസ് പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണെങ്കിൽ അൺബൗണ്ടഡും ആയിരിക്കും, അൺബൗണ്ടഡ് ആണെങ്കിൽ അത് പ്രോപ്പർലി ഡൈവേർജൻറ്റും ആയിരിക്കും എന്നാണ് തിയറം. അതിൽ തന്നെ രണ്ട് കേസായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സീക്വൻസ് മോണോട്ടോൺ എന്നുള്ളത് എന്താവാം, ഇൻക്രീസിങ്ങും ആവാം അല്ലെങ്കിൽ ഡിക്രീസിങ്ങും ആവാം. രണ്ട് കേസിൽ നമ്മളത് പറയുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണെന്ന് വിചാരിക്കൂ, അൺബൗണ്ടഡ് ആണെങ്കിൽ അത് പ്രോപ്പർലി ഡൈവേർജൻ്റ് എന്നല്ലേ പറയുന്നത്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി എക്സ് എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആയിട്ടുള്ള ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ രണ്ട് കേസായാലും, അതായത് ഇൻക്രീസിങ് ആയാലും ഡിക്രീസിങ് ആയാലും അൺബൗണ്ടഡ് ആണെങ്കിൽ പ്രോപ്പർലി ഡൈവർജൻ്റ് ആയിരിക്കും. അതൊന്ന് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കും പോകും, ഒരെണ്ണം മൈനസ് ഇൻഫിനിറ്റിയിലേക്കും പോകും, അക്കോർഡിംഗ് ടു ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫും കൂടെ നമുക്കിവിടെ പറയാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് സപ്പോസ് ചെയ്യണം, എക്സ് എന്ന് പറയുന്നത് ഒരു മോണോട്ടോൺ ആയിട്ടുള്ള പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്ത് പ്രൂവ് ചെയ്യണം, അൺബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മോണോട്ടോൺ ആണ്, പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണ്. പ്രോപ്പർലി ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഡൈവേർജൻ്റ് അല്ല എന്നാണ്, കൺവെർജൻ്റ് അല്ല എന്നാണ്. അപ്പോൾ എക്സ് എൻ ഈസ് നോട്ട് കൺവെർജൻ്റ് എന്ന് എഴുതാം. കൺവെർജൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അൺബൗണ്ടഡ് ആണെന്ന് പറയാം. കാരണം മോണോട്ടോൺ കൺവെർജൻസ് തിയറത്തിൽ മോണോട്ടോൺ ആയിട്ടുള്ള കൺവെർജൻറ്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ മോണോട്ടോൺ ആണ് പക്ഷേ കൺവെർജൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, അൺബൗണ്ടഡ് ആണ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മോണോട്ടോൺ കൺവെർജൻസ് തിയറം. അപ്പോൾ നമ്മൾ ഒരു പാർട്ട് ഇവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, മോണോട്ടോൺ ആൻഡ് പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണെങ്കിൽ സീക്വൻസ് അൺബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി കോൺവേഴ്സ് പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോൺവേഴ്സ് പാർട്ടിൽ കോൺവേഴ്സ്ലി നമ്മൾ സപ്പോസ് ചെയ്യുകയാണ് എക്സ് എന്ന് പറയുന്നത് മോണോട്ടോൺ ആണ്, അൺബൗണ്ടഡ് സീക്വൻസ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണ് എന്നാണ്. ഓക്കെ, അപ്പോൾ മോണോട്ടോൺ അൺബൗണ്ടഡ് എന്നുള്ളതിന് നമ്മൾ രണ്ട് കേസാക്കി മാറ്റാണ്, ഇൻക്രീസിങ് അൺബൗണ്ടഡ് അതുപോലെ ഡിക്രീസിങ് അൺബൗണ്ടഡ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെറ്റ് എക്സ് ആൻഡ് ബി ആൻഡ് അൺബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ്. അപ്പോൾ മോണോട്ടോൺ എന്നുള്ളതിൽ ഇൻക്രീസിങ് എന്നുള്ള കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണ്, ഇൻക്രീസിങ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഫോൾ എക്സ് എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയുന്ന ആ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അൺബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് ബൗണ്ടഡ് എബവും അല്ല, ഏതെങ്കിലും ഒന്ന് പറയാം അല്ലേ. അൺബൗണ്ടഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ബൗണ്ട് ചെയ്യാതെ നിന്ന് നമ്മൾ അൺബൗണ്ടഡ് എന്നാണ് പറയുക. പക്ഷേ ഇത് ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്, അല്ല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അത് എപ്പോഴും ബൗണ്ടഡ് ബിലോ ആയിരിക്കും. അപ്പോൾ പിന്നെ അൺബൗണ്ടഡ് കിട്ടാനായിട്ട് അതിന് എന്തത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എബവ് അൺബൗണ്ടഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് അപ്പർ ബൗണ്ട് ഇല്ലാത്ത കേസിൽ മാത്രമാണ് അത് എന്താവുള്ളൂ, അൺബൗണ്ടഡ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സെറ്റ് ഫോൾ എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ ഈസ് നോട്ട് ബൗണ്ടഡ് എബവ്. കാരണം ഇൻക്രീസിങ് സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് ബിലോ ഉണ്ടായിരിക്കും. അപ്പോൾ അൺബൗണ്ടഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നോട്ട് ബൗണ്ടഡ് എബവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് എബവ് അല്ല എന്ന് പറയുന്നത് അർത്ഥം എന്താണ്, അപ്പർ ബൗണ്ട് ഇല്ല. അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയൊരു റിയൽ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, വലുതായാലും ചെറുതായാലും ഏതൊരു റിയൽ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ റിയൽ നമ്പറിൻ്റെ മുകളിലും സീക്വൻസിലത്തെ ആൾക്കാർ പോയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണത്
അപ്പർ ബൗണ്ടായിട്ട് കിട്ടാത്തത്. അതായത് ഏതൊരു റിയൽ നമ്പർ എടുത്താലും അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലും സീക്വൻസിലത്തെ ആൾക്കാരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഫോർ എനി ആൽഫ എലമെൻറ്റ് ഓഫ് ആർ ദർ എക്സിസ് ഒരു നാച്ചുറൽ നമ്പർ കെ ആൽഫ സച്ച് ദാറ്റ് എക്സ് കെ ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. അതായത് ഏത് ആൽഫ എടുത്താലും സീക്വൻസിലെ ആൾക്കാർ മുകളിലുണ്ടെന്ന് പറയാൻ ആ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആ നാച്ചുറൽ നമ്പർ കെ കിട്ടിയിട്ടുള്ളതെന്ന് കാണിക്കാനാണ് കെ ആൽഫ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സ് കെ ആൽഫ എന്ന് പറയുന്ന സീക്വൻസിലെ എലമെൻറ്റ് ആൽഫയുടെ മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഏത് ആൽഫ എടുത്താലും ഇതുപോലെ സീക്വൻസിലെ ആൾക്കാർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരെണ്ണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ ആൽഫ എന്ന് എഴുതാൻ പറ്റും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. ഓക്കെ, കെ ആൽഫയുടെ മുകളിലുള്ള എല്ലാ എന്നിനും എക്സ് കെ ആൽഫയും എക്സ് എന്നും നോക്കിക്കഴിഞ്ഞാൽ അതേ റിലേഷനിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ ആൽഫ ഗ്രേറ്റർ ദാൻ ആൽഫ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ആൽഫ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. ഈ ഒരു ഡെഫിനേഷൻ വരുന്നത് എന്തിനാ കറസ്പോണ്ടിങ് ആയിട്ടാണ്? നമ്മുടെ എക്സ് എൻ പ്രോപ്പർലി ഡൈവർജൻ്റ് ആകും. അത് പ്രോപ്പർലി ഡൈവർജൻറ്റും ആൻഡ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് അതിൻ്റെ ലിമിറ്റ് പോകുന്നത് എങ്കിലാണ് നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ആൽഫ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കെ ആൽഫ കിട്ടി സച്ച് ദാറ്റ് കെ ആൽഫയുടെ മുകളിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടും ഉള്ള സീക്വൻസിലെ എലമെൻറ്റ്സ് എല്ലാം ആൽഫയുടെ മുകളിലാണ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എവിടേക്കാണ് പോകുന്നത്? പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് എൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എൻ ഈസ് പ്രോപ്പർലി ഡൈവർജൻറ്റ്. അപ്പോൾ ഒരു കേസിൽ നമുക്ക് സീക്വൻസ് എക്സ് എൻ പ്രോപ്പർലി ഡൈവർജൻ്റ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത കേസ് നോക്കാൻ പോവാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് അൺബൗണ്ടഡുമാണ് ഡിക്രീസിങ് സീക്വൻസുമാണ് എങ്കിൽ ഇതുപോലെ തന്നെ എക്സ് എൻ പ്രോപ്പർലി ഡൈവർജൻ്റ് ആണെന്ന് പറയണം. ഓക്കെ, അൺബൗണ്ടഡ് ആണ് ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് പറയുമ്പോൾ അഗെയിൻ ഡിക്രീസിങ് സീക്വൻസ് എല്ലാം ബൗണ്ടഡ് എബോവ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അൺബൗണ്ടഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നോട്ട് ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ എലമെൻറ്റ് ഓഫ് എൻ സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ ഈസ് നോട്ട് ബൗണ്ടഡ് ബിലോ. ബൗണ്ടഡ് ബിലോ അല്ല എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ട് ഇല്ല എന്നാണ്. അതായത് ഏത് ബീറ്റ് എടുത്തു കഴിഞ്ഞാലും അത് ലോവർ ബൗണ്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ നിൽക്കാനായിട്ട് സീക്വൻസിൽ ആൾക്കാരുണ്ടെന്നാണ്. അതായത് ഫോർ എനി ബീറ്റ എലമെൻറ്റ് ഓഫ് ആർ ദർ എക്സിസ് ഒരു നാച്ചുറൽ നമ്പർ കെ ബീറ്റ സച്ച് ദാറ്റ് ആ നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിൽ എലമെൻറ്റ് എക്സ് കെ ബീറ്റ ഈസ് ലെസ് ദാൻ ബീറ്റ. അതായത് ആ ബീറ്റയ്ക്ക് താഴെ നിൽക്കാനായിട്ട് സീക്വൻസിൽ ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടായിരിക്കും എന്ന് കാണിക്കാനാണ് അവിടെ എക്സ് കെ ബീറ്റ എന്ന് എഴുതിയിട്ടുള്ളത്. ബീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സീക്വൻസ് ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ആയതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് താഴെ എഴുതിയിട്ടുള്ളത്. അതായത് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ ബീറ്റ ആയിരിക്കും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ. ഓക്കെ, അതും ഇതും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ ബീറ്റ ലെസ് ദാൻ ബീറ്റ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ. ദാറ്റ് ഈസ് എക്സ് എൻ ലെസ് ദാൻ ബീറ്റ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈസ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് എൻ ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ്. എക്സിൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ കാണുന്നത് അല്ലേ. ഫോർ എനി ബീറ്റ ദർ എക്സിസ് കെ ബീറ്റ സച്ച് ദാറ്റ് എക്സ് എൻ ലെസ് ദാൻ ബീറ്റ ആയിരിക്കും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ. അതായത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സീക്വൻസിലെ ടേംസ് എല്ലാം ഈ ബീറ്റയുടെ താഴെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഏത് ബീറ്റ എടുത്താലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എക്സ് എൻ പോകുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അഗെയിൻ നമുക്കിപ്പോൾ എന്ത് കിട്ടി? സീക്വൻസ് എക്സ് എൻ ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ്. അപ്പോൾ സീക്വൻസ് എക്സ് എൻ അൺബൗണ്ടഡും മൊണോട്ടോണും ആണെങ്കിൽ അത് പ്രോപ്പർലി ഡൈവർജൻ്റ് ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിരുന്നു നമ്മൾ രണ്ട് സൈഡും പ്രൂവ് ചെയ്തു. താങ്ക് യു.